സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടുക്കിയിൽ മെഗാ അദാലത്ത് നടത്തി. കുമളി വ്യാപാര ഭവനിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. ആകെ 41 പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത്. 22/8/2024 ഇടുക്കി ജില്ലയുടെ പരാതി കേൾക്കുന്ന സിറ്റിംഗ് വ്യാപാര ഭവനിൽ വെച്ച് രാവിലെ 10:30 മുതൽ തുടങ്ങി 1:15 തീർന്നു. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫയൽസ് 41 കേസുകളാണ് ഇന്ന് പരിഗണിച്ചത്. മദ്യപിച്ച് ഭാര്യയോടും കുട്ടികളോടും ഒരു സൗഹാർദ്ദമില്ലാതെ, സ്നേഹമില്ലാതെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാത്തതിൻ്റെ പേരിലുള്ള ഛിദ്രത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കേരള വനിതാ കമ്മീഷൻ്റെ മോട്ടോ ഇത് പരിഹരിക്കാനുള്ള പരിശ്രമം വിജയിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ. രണ്ടുപേരെയും ഒരുമയോടുകൂടെ ചിന്തിപ്പിക്കാനും അവരെ ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചു. കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടുള്ള നടപടി വേണ്ടിയത്. ഇങ്ങനെയുള്ള കേസുകളിൽ കൗൺസിലിംഗ് കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനായിട്ടുള്ള, അവബോധം വരുത്തുവാനുള്ള, അവരുടെ തെറ്റുകുറ്റങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഈ കേസിൽ ഒഴിവാക്കി രണ്ട് സൈഡിലെയും ബന്ധുക്കളും മാതാപിതാക്കളും സഹകരിച്ച് അവരെ ജീവിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. വീണ്ടും അയൽവക്ക പ്രശ്നം, വഴിപ്രശ്നത്തിൽ അല്പ രാഷ്ട്രീയ ചൊവ്വ ഉള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് വിദ്വേഷം മൂർച്ഛിച്ചു. പക്ഷേ അതിലേക്ക് വാദി വീണ്ടും പെറ്റീഷൻ തന്ന് ഈ കക്ഷികളെ, യഥാർത്ഥ പ്രശ്നക്കാരെ വിളിപ്പിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള ശ്രമത്തിന് മുൻകൈയെടുത്തു. നിരവധിയായ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ ഇന്ന് ഇവിടെ ഈ സിറ്റിങ്ങിൽ വന്നു. അതിൽ 11 ഫയലുകൾ പൂർത്തിയാക്കി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു വിജയകരമായ ഒരു സംരംഭമായി. വേറെ മറ്റ് 3 കേസുകൾ റിപ്പോർട്ടിനായിട്ട് വിട്ടിട്ടുണ്ട്. ആകെ ലഭിച്ച 41 പരാതികളിൽ 11 പരാതികളുമേൽ പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കുകയും 3 എണ്ണത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ്, നിയമവിദഗ്ധർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.